ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്തായിരുന്നു. ഇപ്പോൾ ആ സിംപ്ലക്സ് മെത്തേഡ് വെച്ചിട്ട് തന്നെ അടുത്തൊരു പ്രോബ്ലം സോൾവ് ചെയ്യും. ഇപ്പോൾ ഇവിടുത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് z = 4x1 + 3x2 + 5x3 subjected to constraints x1 + 2x2 + 3x3 less than or equal to 9, 2x1 + 3x2 + x3 less than or equal to 12, x1, x2, x3 greater than or equal to 0. അപ്പോൾ ആദ്യം ഇതിനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റാൻഡേർഡ് ഫോമിലാക്കി ചെയ്താൽ സ്റ്റാൻഡേർഡ് ഫോം z = 4x1 + 3x2 + 5 ആദ്യം കൺസ്ട്രെയിൻസിനെ സ്റ്റാൻഡേർഡ് ഫോം ആക്കി ചെയ്താൽ അപ്പോൾ ഈ x1 + 2x2 + 3x3 + x4 സ്ലാക്ക് വേരിയബിൾ x4 + 0x5 അത് അടുത്ത ഇക്വേഷന്റെ x5 വരെയാണ് = 9. പിന്നെ അടുത്ത ഇതിൽ 2x1 + 3x2 + x3 + x5 സ്ലാക്ക് വേരിയബിൾ x5. പിന്നെ അടുത്തത് ഇതിന്റെ x4 0 ഇട്ടിട്ട് 0x4 + x5 = 12. പിന്നെ അതിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് z = 4x1 + 3x2 + 5x3 + 0x4 ഇതിന്റെ സ്ലാക്ക് വേരിയബിൾ 0x4 + 0x5. സ്ലാക്ക് വേരിയബിൾ 0 വരണ കാരണം ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് സ്ലാക്ക് വേരിയബിൾ അഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് 0 ഇട്ട് കൊടുത്തേക്കുന്നത്. cj - zj 0 അല്ല 4 0 0 4 - 0 4 0 0 3 - 0 3 0 0 5 - 0 5 0 0 0 - 0 0 0 0 0 - 0 0 RHS എന്ന് പറയുന്നത് 0 0 അല്ല RHS ഒന്നുമില്ല 0 - 0. ഓക്കെ. ഇനി ഇവിടുന്ന് മോസ്റ്റ് പോസിറ്റീവ് എലമെന്റ് അതായത് 5 എൻ്റർ ചെയ്യും. ഇവിടുന്ന് പിന്നെ തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ എന്ന് പറഞ്ഞാൽ 9/3 അതായത് 3 വരും. 12/1 12 വരും. ലീസ്റ്റ് പോസിറ്റീവ് എലമെന്റ് 3 അത് പുറത്തു പോകും. അപ്പോൾ ഇത് കീ എലമെന്റ് വരും. കീ എലമെന്റ് 1 ആണ്. 1 2/3 1/3 1/3 0/3 0 9/3 3. ഇനി ഇത് 0 ആവണം. അത് 0 ആകുമ്പോൾ ഈ എലമെന്റ് 0 ആവണം. ഈ എലമെന്റ് 0 ആവണമെന്ന് വെച്ചാൽ 1 - 1 0 ആവും. 3 - 2/3 3 - 2/3 എന്ന് പറയുന്നത് 9 - 2 7 7/3. അടുത്ത 2 - 2/3 അല്ല 2 - 1/3 2 - 1/3 എന്ന് പറഞ്ഞാൽ 6 - 1 5 5/3. അടുത്ത 0 - 1/3 -1/3 1 - 0 1 12 - 3 9 12 - 3 9. ഓക്കെ. അടുത്ത 3 തീറ്റ. ഓക്കെ. ഇതൊരു ആയി കഴിഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ഇത്രയും കിട്ടി. ഇതെന്ന് പറയുന്നത് x4 പോയിട്ട് x3 കയറി x3 പിന്നെ ഇത് x5 തന്നെ. x3ന്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ഇത് 0 തന്നെ. ഓക്കെ. ഇനി അടുത്ത z കണ്ടുപിടിക്കണം. z 5 × 1/3 5/3 + 0 5/3 5 × 2 10/3 + 0 10/3 5 5 × 0 5 × 1 + 0 5 5/3 + 0 0 5 × 3 15. അടുത്ത cj - zj കണ്ടുപിടിക്കണം. cj - zj
സി ജി എന്ന് പറഞ്ഞാൽ 4 മൈനസ് 5/3 എന്ന് പറഞ്ഞാൽ 12 മൈനസ് 5 7/3. അടുത്ത 3 മൈനസ് 10/3, അതായത് 9 മൈനസ് 10 മൈനസ് 1/3. അടുത്ത 5 മൈനസ് 5 0. പിന്നെ ഇവിടെയും 0 ആയിരിക്കും. അടുത്ത 0 മൈനസ് 5/3 മൈനസ് 5/3. ഓക്കെ അല്ലോ. ഓക്കെ, അടുത്ത ഇതിൽ മോസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത് 5/3 ആണ്. 5/3 എൻ്റർ ആവും. 5/3 എൻ്റർ ആവുമ്പോൾ ഇതിൽ 3 ഡിവൈഡ് ബൈ 1/3 എന്ന് പറയുന്നത് 9. 9 ഡിവൈഡ് ബൈ 5/3 എന്ന് പറയുന്നത് എത്ര? 9 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 5. 9 ഇൻറ്റു 3 ഡിവൈഡ് ബൈ 5. 9 ഇൻറ്റു 3 27. 27 ഡിവൈഡ് ബൈ 5. 27/5. 27/5 ആണ് ലീവ് ചെയ്യണത്. 27/5 ലീവ് ചെയ്യും. 27/5 ലീവ് ചെയ്യും. x1 എൻ്റർ ചെയ്യും. അപ്പോൾ x3 x5 നോക്കാം. x1 കയറും. ഇവിടെ 5, x1 4. ഓക്കെ, ഇവിടുത്തെ കീ എലമെന്റ് എന്ന് പറയുന്നത് 5/3 ആണ്. അപ്പോൾ 5/3 1 ആവും. മോണത്തെ എലമെന്റ് 0 ആവണം. 5/3 1 ആണെന്ന് 5/3 ഡിവൈഡ് ബൈ 5/3. അപ്പോൾ 7/3 ഡിവൈഡ് ബൈ 5/3. 3 ക്യാൻസൽ ചെയ്യാം. 7/5 0 മൈനസ് 1/3 ഇൻറ്റു 3/5 മൈനസ് 1/3 ഡിവൈഡ് ബൈ 5/3. അപ്പോൾ മൈനസ് 1/5. 1 ഡിവൈഡ് ബൈ 5/3 3/5. 9 ഡിവൈഡ് ബൈ 5/3 27/5. 27 ഡിവൈഡ് ബൈ 5. ഇത് 0 ആണെങ്കിൽ 1/3 മൈനസ് 1 ഇൻറ്റു 1/3. അപ്പോൾ 0 ആവും. അപ്പോൾ അതേപോലെ 2/3 മൈനസ് 2/3 മൈനസ് 7/5 ഇൻറ്റു 1/3. 2/3 മൈനസ് 7/5 ഇൻറ്റു 1/3. അപ്പോൾ 15. ഒരു 5 കൊണ്ട് മൾട്ടിപ്ലൈ. 10 മൈനസ് 7 3/15 1/5 1/5 കിട്ടും. അപ്പോൾ അതേപോലെ ബാക്കിയുള്ള എലമെന്റ്സ് ചെയ്യുമ്പോൾ 1 2/5 മൈനസ് 1/5 6/5 മൈനസ് 1/5 6/5 എന്ന് കിട്ടും. മൈനസ് 1/5 കിട്ടിക്കഴിഞ്ഞ് അടുത്ത 1 എന്ന് പറയുന്നത് 1 മൈനസ് 0 ഇൻറ്റു 1/3. അപ്പോൾ 1 തന്നെ വരും. അടുത്ത 1/3 മൈനസ് 1/3 മൈനസ് മൈനസ് 1/5 ഇൻറ്റു 1/3. അതായത് 1/3 പ്ലസ് 1/15. ഇപ്പോൾ 2/5 കിട്ടും. പിന്നെ ഇത് 0 മൈനസ് 1/3 ഇൻറ്റു 1/5. അപ്പം മൈനസ് 1/5 കിട്ടും. 6/5 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 27/5 ഇൻറ്റു 1/3 ചെയ്യുമ്പോൾ 6/5 കിട്ടും. ഇനി ഇവിടെ ZJ കാൽക്കുലേറ്റ് ചെയ്യാം. ZJ എന്ന് പറഞ്ഞാൽ 0 4 1 28/5. 1 plus 28/5 എന്ന് പറഞ്ഞാൽ 5 28 32 divided by 5.
5 2 minus 4 by 5 2 minus 4 by 5 എന്ന് പറയുമ്പോൾ ടു കിട്ടും. 2 minus 4 by 5 2 minus 4 by 5 എന്ന് പറയുമ്പോൾ 10 minus 4 6 by 5 എന്ന് പറയും. അതേപോലെ തന്നെ ഇവിടെ 5 into 10 by 5 minus 4 by 5 10 minus 4 by 5 6 by 5 6 by 5 ആണ്. ഓക്കെ, minus 1 plus 12 by 5 minus 1 plus 12 by 5 അപ്പോൾ 5 ഇപ്പുറത്ത് പോകും. 12 minus 5 7 by 5 6 minus 27 into 4 27 into 4 എന്ന് പറയുന്നത് 7 into 4 28 2 24 8 10 108 by 5 108 by 5 plus 30 108 plus 30 138 by 5 138 by 5 138 by 5 എന്ന് കിട്ടി. ഇനി അടുത്ത കണ്ടുപിടിക്കാനുള്ള CJ minus ZJ. CJ minus ZJ 0 ആവും. x1 x3 0 ആവും. ഇനി അടുത്ത 3 minus 32 by 5 3 by 15 minus 32 by 5 എന്ന് പറയുമ്പോൾ minus 18 by 5 എന്ന് വരും. അടുത്ത 0 minus 6 by 5 minus 6 by 5 എന്ന് വരും. 0 minus 7 by 5 minus 7 by 5 എന്ന് വരും. ഇത് 138 by 5. ഇപ്പോൾ CJ minus ZJ എല്ലാം less than or equal to 0 ആയി കഴിഞ്ഞ് അതുകൊണ്ട് സിംപ്ലക്സ് മെത്തേഡ് കഴിഞ്ഞായിരുന്നു. സിംപ്ലക്സ് മെത്തേഡിൽ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ചായിരുന്നു. x3ൻ്റെ വാല്യൂ 6 by 5 x1ൻ്റെ വാല്യൂ 27 by 5 പിന്നെ RHS എന്ന് പറയുന്നത് 138 by 5. ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, താങ്ക് യു.